നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 5 തിങ്കൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷ നടത്തുന്ന കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കോഴ്സുകൾ നടത്തി സർട്ടിഫിക്കറ്റ് വിതരണവുമായി വ്യാജൻ 8 വർഷമായി രംഗത്ത്. SSLC +2 കോഴ്സുകളും പരീക്ഷകളും നടത്തുന്ന വ്യാജൻ ഒറിജിനലിനെ വെല്ലുന്ന സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ സൃഷ്ടിച്ച വ്യാജ വെബ്സൈറ്റ് വഴിയാണ് സംഘത്തിന്റെ പ്രവർത്തനം. വെബ്സൈറ്റ് നിർത്തലാക്കാൻ ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനിയായ ഗോഡാഡിയെ പോലീസ് സമീപിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശനത്തിനായി ഈ മാസം 18-ന് കോട്ടയത്തെത്തുമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചു. രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ ശബരിമലയിൽ കർശന നിയന്ത്രണങ്ങളാവും ഉണ്ടാവുക. 18-നും 19-നും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ അനുവദിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് നാടിന്റെ അക്ഷരവെളിച്ചമായി മാറിയ KV റാബിയ അന്തരിച്ചു. ഇന്നലെ രാവിലെ 9-നായിരുന്നു അന്ത്യം. അർബുദബാധിതയായിരുന്നു. വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം. 2022-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന റാബിയയ്ക്ക് പ്രീ ഡിഗ്രിയോടെ പഠനം നിർത്തേണ്ടി വന്നു. ചക്രക്കസേരയിൽ സഞ്ചരിച്ച് സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പങ്കാളിയായി. 1990-ൽ സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ സജീവ സാന്നിധ്യമായി. സാക്ഷരതാ പ്രവർത്തനത്തിന് UN അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണി യാത്രയ്ക്കിടെ തമിഴ്നാട് തിരുവാരൂർ തിരുത്തുറൈപ്പൂണ്ടിക്കു സമീപം വാൻ തമിഴ്നാട് സർക്കാർ ബസ്സുമായി കൂട്ടിയിടിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളും സുഹൃത്തുക്കളുമായ 4 യുവാക്കൾ മരിച്ചു. വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇന്നലെ രാവിലെ 7 മണിയോടെ തിരുത്തുറൈപ്പൂണ്ടിയിലായിരുന്നു അപകടം. ശ്രീജേഷാണ് വാൻ ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട വാൻ നാഗപട്ടണത്തു നിന്ന് സയൽക്കുടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വാൻ പൂർണ്ണമായും തകർന്നു. 4 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനങ്ങൾ തുടരുന്നതിനിടെ ചെനാബ് നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് ഇന്ത്യ കുറച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദിയിലെയും പോഷക നദിയിലെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ജമ്മു റബാനിലെ ബഗ്ലിഹർ ഡാമിലെ ഷട്ടറുകൾ താഴ്ത്തിയത്. കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഹ്രസ്വകാലത്തേക്കാണ് നടപടിയെന്നാണ് വിശദീകരണം. ഇന്നലെ നിയന്ത്രണ രേഖയിൽ 8 ഇടത്താണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. തിരുവനന്തപുരം പട്ടത്ത് 19-കാരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിച്ചു കയറി ഓട്ടോ കത്തിയമർന്നു. ഡ്രൈവർ വെന്തു മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതികളടക്കം 4 പേർക്ക് പരിക്കേറ്റു. അടിവയറ്റിലെ കൊഴുപ്പു നീക്കാൻ സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിൽ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ കൈകാലുകളിലെ വിരലുകൾ ഇന്ന് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യും. തിരുവനന്തപുരം മുട്ടത്തുറ ഹിമം വീട്ടിൽ നീതുവാണ് ചികിത്സാ പിഴവ് കാരണം ദുരിതത്തിലായത്. കനത്ത സുരക്ഷയിൽ ഇന്നലെ രാജ്യത്തെ 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് UG എഴുതി. 500 നഗരങ്ങളിലായി 5435 സെന്ററുകളിലാണ് പരീക്ഷ നടന്നത്. സംസ്ഥാനത്ത് 334 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1.3 ലക്ഷം പേരാണ് ഇന്നലെ പരീക്ഷ എഴുതിയത്. ആധാരം എഴുത്തുകാർ ഈടാക്കുന്ന എഴുത്തുകൂലി അഥവാ ഫീസ് കുറഞ്ഞത് 550 രൂപയായും കൂടിയത് 10,000 രൂപയായും നിശ്ചയിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ ഉയർന്ന നിരക്ക് ഏതെങ്കിലും ആധാരം എഴുത്തുകാർ ഈടാക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ രജിസ്ട്രേഷൻ IG-ക്ക് പരാതി നൽകാം. എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണ. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും മണ്ണെണ്ണ ഈ മാസം മുതൽ വിതരണം ചെയ്യും. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക്, വെള്ള, നീല കാർഡുകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് ലഭിക്കുക. തൃശൂർ പൂരം നാളെ. നാളത്തെ പൂരത്തിന്റെ വിളംബരമായി സാമ്പിൾ എന്ന വിശേഷണം വിറച്ചുപോകും വിധം പൂരം വെടിക്കെട്ടിന്റെ മികവോടെ തിരുവമ്പാടിയും പാറമേക്കാവും കരിമരുന്നിൽ അത്ഭുതം വിരിയിച്ചു. നാളെ വൈകിട്ട് 5:30-ന് കുടമാറ്റം നടക്കും. പുലർച്ചെ 3-ന് വെടിക്കെട്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
7-8 തീയതികളിൽ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL രാജസ്ഥാനെതിരെ കൊൽക്കത്തയ്ക്ക് 1 റൺസ് ജയം. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.